കഴിഞ്ഞ ദിവസമാണ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ ഞങ്ങളുടെ ചാനലിലൂടെ കഴിഞ്ഞ് പുറത്തുവിട്ടത്, യോഗനാഥൻ ന്യൂസിലൂടെ പുറത്തുവിടുന്നത്. അതായത് പെരിന്തൽമണ്ണയിൽ ഒരു സ്വർണ്ണ വ്യാപാരിയെ കവർച്ച ചെയ്ത ഒരു സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു അർജുൻ. അന്നും അർജുൻ എന്ന് പറയുന്ന പേരിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളൊന്നും കൂടുതലായി ചർച്ച ചെയ്തില്ല. ആ അർജുൻ നമുക്കറിയാവുന്ന പോലെ ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആയിരുന്നു എന്നുള്ള വിവരം ആദ്യമായി പുറത്തുവിടുന്നത് നമ്മളാണ്. അങ്ങനെ ആ വാർത്ത പുറത്തു വന്നതോടെ ഒട്ടുമിക്ക മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള വാർത്ത ഈ ദിവസങ്ങളിൽ ഒക്കെ തന്നെ അത്തരം വാർത്തകൾ കൂടുതൽ ചർച്ചയാവുന്നു. ഇപ്പോൾ വീണ്ടും ബാലഭാസ്കർ എന്ന് പറയുന്ന ആൾ കൂടുതൽ ചർച്ചയിലേക്ക് വരികയും ചെയ്യുന്നു. ഇതിനിടയിലാണ് പ്രിയ വേണുഗോപാൽ എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരി, കസിൻ സഹോദരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രിയ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസ് വാർത്തയിൽ 10-13 പേരുകളുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതിനിടയിൽ പരിചയമുള്ള പേരൊരെണ്ണം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിലും സാധാരണക്കാർ എത്ര പേരാണ് വാർത്തകൾ മുഴുവനായി വായിക്കുന്നത്? ശരിയാണ്, സാധാരണക്കാരുടെ ഒരു പ്രശ്നം അതാണ്. സാധാരണക്കാർ പലരും അത് കേട്ടിട്ട് അത് ഇന്ന ആളാണ്, അതിനകത്ത് പേര് പറയുന്ന ഒരാളുടെ ഇയാൾക്ക് നേരത്തെ എന്തെങ്കിലും കേസുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അയാൾ ഏതൊക്കെ കേസുകളിലാണ് ഇതിനു മുമ്പ് പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ്. ആത്മാർത്ഥമായ മറ്റു ഗൂഢലക്ഷ്യങ്ങളില്ലാത്ത ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നേ ഇല്ലാതെയായി. അതത്ര നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട്. നിരവധി പേർ അത്തരം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലൂടെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. പിന്നെ ഗൂഢലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്, അതായത് പൊതുവിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പൊളിറ്റിക്കലൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. രാഷ്ട്രീയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ജേർണലിസം. ഇപ്പം നമുക്ക് കഴിഞ്ഞ ഇ പി ജയരാജൻ്റെ കഥയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ്. DC-യുടെ ഫേസ്ബുക്ക് പേജിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അതിന് മുമ്പ് തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ എടുത്തതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ കോലാഹലം നമുക്കറിയാം. അപ്പം ചെറിയ ചെറിയ ഗൂഢലക്ഷ്യങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ തുടരുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൻ്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ആൾക്കാർ നിൽക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണെങ്കിൽ വാർത്ത കണ്ടുപിടിച്ചു കൊടുത്ത് പേര് ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും കണ്ണിന് പിടിക്കുകയുമില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾക്കെതിരെ ഒരു ശക്തമായ വിമർശനം തന്നെയാണ് പ്രിയ വേണുഗോപാൽ ഉന്നയിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, 2019 സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പുറത്തു വരുമ്പോൾ ബാലുച്ചേട്ടൻ്റെ കേസിൽ നട്ടം തിരിഞ്ഞു നിന്ന ഞങ്ങൾക്ക് മുമ്പിൽ അവിശ്വസനീയമാം വിധം നടന്ന ട്വിസ്റ്റുകൾ പോലെ ഇക്കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്. ആ വാർത്തയാണ് ഞങ്ങൾ ആദ്യം പുറത്തുവിട്ടു എന്ന് പറയും. അതായത് യോഗനാഥൻ ന്യൂസിൻ്റെ ആ വാർത്തയുടെ ലിങ്കുകൾ അവരവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹാഷ്ടാഗ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ പിടിയിലായ 13 പേരിൽ ഒരു പരിചിത മുഖവും പേരും. തൃശ്ശൂർ കുറിയേടത്ത് മനയിൽ അർജുൻ. പാവം ഒരു നമ്പൂരി പയ്യൻ. അവൻ അങ്ങനെ സ്വയം ആക്സിഡന്റ് ഉണ്ടാക്കി സ്വന്തം ജീവൻ റിസ്ക് ചെയ്യുമോ? അവന് ഒരല്പം ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. പഴയ കേസുകളൊന്നും അത്ര പ്രശ്നമല്ല. ATM കവർച്ചയും വീടാക്രമിച്ച കേസുമൊക്കെ ഉള്ളതാ. പക്ഷേ അവനൊരു നിഷ്കളങ്കന കേട്ടോ. ഇതിനെക്കുറിച്ച് അന്നത്തെ യാത്രയിൽ DYSP ഹരികൃഷ്ണൻ സ്നേഹവാത്സല്യങ്ങളോടെ നൽകിയതാണ് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. പാവം നമ്പൂരി പയ്യനായിരുന്നു അർജുൻ. അവനങ്ങനെ സ്വയം ആക്സിഡന്റ് വരുത്തി. സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അർജുൻ എന്ന് പറയുന്ന പയ്യൻ ബാലഭാസ്കറിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് സ്വയമേവ ഒരു ആക്സിഡന്റ്, സ്വന്തം ലൈഫ് പോലും റിസ്കിൽപ്പെടുത്തിക്കൊണ്ട് ആക്സിഡന്റ് ഉണ്ടാക്കുമോ? പക്ഷേ കൃത്യമായി ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രൈവർക്ക് അറിയാം ഒരു വാഹനം എങ്ങനെ ആക്സിഡന്റ് ആക്കണം, എങ്ങനെ ആക്സിഡന്റ് ആക്കി, അല്ലെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പയ്യൻ. നമുക്കറിയാം ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ച കേസിൽ അദ്ദേഹത്തിൻ്റെ ഈ ചെറുക്കൻ്റെ കൂടെ ആരൊക്കെ ഉള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു കൊലപാതക കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒരു പ്രതി കൂടി ഉൾപ്പെട്ട ഒരു കേസാണ് ഇപ്പോൾ നടന്ന സ്വർണ്ണ കവർച്ച കേസ്. ആ കേസിൽ എങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്യണം എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾക്ക് ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരാളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വ്യാജമായി അല്ലെങ്കിൽ തനിക്ക് പരിക്കധികം ഏൽക്കാത്ത രീതിയിൽ ഒരു കാറ് കൊണ്ടുവന്ന് ഇടിക്കാൻ കഴിയും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ, ഈ നമ്പൂരി പയ്യൻ, അവരല്പം ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ്. പഴയ കേസുകളൊന്നും അത്ര പ്രശ്നമല്ല. ATM കവർച്ചയും വീടാക്രമിച്ച കേസുമൊക്കെ ഉള്ളതാണ്. പക്ഷെ അവനൊരു നിഷ്കളങ്കനാ കേട്ടോ എന്ന് ഈ വിശേഷണങ്ങളൊക്കെ ബാലുച്ചേട്ടൻ്റെ അന്നത്തെ യാത്രയിൽ ഡ്രൈവറായി കൂടെ കൂട്ടിയ അർജുന് അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP ഹരികൃഷ്ണൻ സ്നേഹവാത്സല്യങ്ങളോടെ നൽകിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും.
ഒരു അന്വേഷണ സംഘത്തിൽ വരുന്നതിനെയും പോകുന്നതിനെയും സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ട ഒരാൾ, അതായത് ഈ പറയുന്ന പോലെ അതൊരു അപകടമാണോ അല്ലെങ്കിൽ അതിനകത്ത് എവിടെയെങ്കിലും കൊലപാതകത്തിൻ്റെ ഒരു എലമെൻ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ട ബുദ്ധി പ്രയോഗിക്കേണ്ട പോലീസ് നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ DYSPയുടെ ക്ലീൻ ചിറ്റ് ആയിരുന്നു ഇത്. അതായത് ഈ പറയുന്ന അർജുൻ ഓർമ്മക്കുറവുണ്ട്, അവനൊരു നമ്പൂരി പയ്യനാണ്, അവന് അതെല്ലാം ATM കവർച്ചയും വീടാക്രമിച്ച കേസുമൊക്കെ ഉള്ള കേസുകളൊക്കെ തന്നെയാണ്, പക്ഷേ ആളൊരു നിഷ്കളങ്കനാണ് എന്ന് വരുത്തി തീർക്കാൻ DYSP ഹരികൃഷ്ണൻ ശ്രമിച്ചു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളം ദാരുണമായ ഒരു അവസ്ഥയാണ് അല്ലേ? അപ്പോൾ ആ മനുഷ്യൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും ഉറപ്പില്ല. എന്നിട്ടോ ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, പിന്നെ വന്ന CBI ഒക്കെ അവസാനം നിവൃത്തികെട്ട് അവൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്ന് തെളിയിച്ചു വെച്ചെങ്കിലും എന്തിന് അർജുൻ മൊഴി മാറ്റി? ബാലുചേട്ടൻ ആണ് വണ്ടി ഓടിച്ചത് എന്ന് എന്തിന് കള്ളം പറഞ്ഞു? വിഷ്ണുവിൻ്റെ കൂട്ടാളിയായിരുന്ന ആളെ ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ എന്തിനാക്കി? പേരിനൊന്ന് അറസ്റ്റ് ചെയ്ത് ഇത്യാദി ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇത്രയും കാലം. ഒന്നാലോചിച്ചു കഴിഞ്ഞാൽ ഈ പ്രിയ വേണുഗോപാൽ ഉന്നയിക്കുന്ന ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ അന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനോ അതല്ലെങ്കിൽ പിന്നീട് ഈ കേസ് അന്വേഷിച്ച CBIക്കോ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് എന്തിന് അർജുൻ മൊഴി മാറ്റി? നമ്മൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയ സംശയം ഇത് തന്നെയായിരുന്നു. അർജുൻ അല്ല വണ്ടി ഓടിച്ചതെന്ന് അർജുൻ എന്തിനാണ് പറഞ്ഞത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എപ്പോഴെങ്കിലും അർജുനോട് ഈ അന്വേഷണ സംഘം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല തന്നെ, ഒരു തവണ പോലും. പിന്നീട് ഒരു KSRTC ഡ്രൈവറെ അർജുൻ്റെ മൊഴി സാധൂകരിക്കുന്നതിന് വേണ്ടി ഒരു KSRTC ഡ്രൈവറുടെ മൊഴി പോലും അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആ അപകടം നടക്കുന്ന സമയത്ത് അതുവഴി കടന്നുപോയ ഒരു ബസ്സിലെ ഡ്രൈവർ, ആ ഡ്രൈവർ കണ്ടു അത്രേ ഇവിടെ ബാലഭാസ്കർ വാഹനം ഓടിച്ചു കൊണ്ടുവന്ന ആക്സിഡന്റ് പറ്റിയതായി ആ ഡ്രൈവർ കണ്ടു എന്നുള്ള തരത്തിൽ വരെ മൊഴി ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്തിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. എന്തിന് അത്തരം മൊഴികൾ ഉണ്ടാക്കിയെടുത്തു? ആർക്കു വേണ്ടി, ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൊഴികൾ ഉണ്ടായത്? ഇതിനെക്കുറിച്ചൊക്കെ എവിടെയാണ് അന്വേഷണം നടന്നത്? അപ്പം നമുക്കറിയാം ഈ കേസിൽ ആ സംഭവം നടന്ന് ഇപ്പം നമ്മളുടെ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്തിരുന്ന ഒരാളുണ്ട്, വാവാ സുരേഷ്. ഒരുപക്ഷെ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും വാവാ സുരേഷ് പറയുന്നത് ഇപ്പോൾ ഉത്ര കൊലക്കേസ്, അന്ന് വാവാ സുരേഷിൻ്റെ ചില നിഗമനങ്ങൾ തന്നെ ആയിരുന്നു അതൊരു കൊലപാതകമായിരുന്നു, അല്ലാതെ വെറുതെ പാമ്പ് കടി ഏറ്റ് ഒരാൾ മരിച്ചതല്ല, ഉത്ര കൊല്ലപ്പെട്ടതല്ല, അതിനകത്ത് ഭർത്താവിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് പോലീസിന് അന്വേഷിക്കത്തക്ക ശേഷി ഉണ്ടാക്കി കൊടുത്തതും ഈ വാവാ സുരേഷിൻ്റെ ചില നിഗമനങ്ങളായിരുന്നു. ഈ വാവാ സുരേഷ് അന്ന് ആ സ്ഥലത്ത് പോയിരുന്നു. നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. വാവാ സുരേഷ് തന്നെ നമുക്ക് കമൻറ്റ് ചെയ്തതാണ്. വാവാ സുരേഷ് അവിടെ ആക്സിഡൻറ്റ് സ്ഥലം കണ്ടിരുന്നു. അന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു അത്രേ, ഇതൊരു സാധാരണ ആക്സിഡൻ്റ് അല്ല, കരുതിക്കൂട്ടി ബാലഭാസ്കറിനെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമം തന്നെ ആയിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞ നിഗമനങ്ങൾ പോലും മുഖവിലേക്കെടുക്കാൻ ഒരുപക്ഷെ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കലാഭവൻ സോബി പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് ഈ CBI ആകട്ടെ അന്വേഷണ സംഘമാകട്ടെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ? അദ്ദേഹം എത്രയോ ആവർത്തി പറഞ്ഞു, ഇത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലഭാസ്കറിൻ്റേത് എന്ന് എത്രയാവർത്തി അദ്ദേഹം പറഞ്ഞു. ബ്രെയിൻ മാപ്പിങ്ങിനോ നർക്കോട്ടിക് അനാലിസിസിനോ എന്തിനു വേണേലും തയ്യാറാണ് താനെന്ന് 1000 ആവർത്തി അദ്ദേഹം പറഞ്ഞിട്ടും ഒരു തവണ പോലും അദ്ദേഹം പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ, അദ്ദേഹം പറയുന്നതിലെ അന്വേഷിക്കേണ്ടതല്ലേ തുടങ്ങിയ ഒരു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം അതിന് തൊട്ടടുത്തുള്ള അവിടെ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പിലെ CCTVകൾ പോലും നീക്കം ചെയ്തിരിക്കുന്നു. CCTV ക്യാമറകൾ പോലും അവിടെ നീക്കം ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്ര ഓർഗനൈസ്ഡ് ആയിട്ട് നടന്ന, അത്രത്തോളം ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകം എന്നുള്ള തരത്തിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പം ഇങ്ങനെ മൊഴികൾ മാറ്റുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വിഷ്ണുവിൻ്റെ കൂട്ടാളിയായിരുന്ന ആളെ ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ എന്തിനു വേണ്ടിയാക്കിയതാണ് അല്ലെ? അങ്ങനെ ചെറിയ ചോദ്യങ്ങൾ. പേരിനൊന്ന് അറസ്റ്റ് ചെയ്ത് ഇത്യാദി ചോദ്യങ്ങൾ പോലും ചോദിക്കാതെ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇത്ര കാലം. സത്യമാണ്, നമ്മളുടെ മനസ്സിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഈ അപകടത്തെക്കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ അപകട ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ അല്ലെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയ ചില പ്രഗത്ഭന്മാരായ അല്ലെങ്കിൽ ഇത് നേരിട്ട് കണ്ട സംഘർഷങ്ങൾ നേരിട്ട് കണ്ട ചില വ്യക്തികളെയൊക്കെ പാടെ പോലീസോ ആയാലും അന്വേഷണ സംഘം CBI ആയിരുന്നാൽ പോലും അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. അന്ന് പറഞ്ഞിരുന്നു ഈ കലാഭവൻ സോബിയുടെ മൊഴിക്കകത്തുള്ളതാണ്, അവിടെ നിന്ന് ഒരു പൊതി ആരോ കടത്തിക്കൊണ്ട് പോകുന്നത് കണ്ടു.
അപ്പോൾ അങ്ങനെ ഒരു മൊഴി പോലും വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ഇവർക്ക് ബന്ധമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും വേണ്ട രീതിയിൽ അന്വേഷിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പ്രിയ വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇതേ അർജുൻ അച്ഛനെയും അമ്മയെയും ഒന്നും രണ്ടും കക്ഷികളാക്കി കൊടുത്ത ഒരു കേസുണ്ട്. അയാളുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നത് കൊണ്ട് അമ്മയും അച്ഛനും അയാൾക്ക് 1.5 കോടി നഷ്ടപരിഹാരം കൊടുക്കണമത്രേ. നമ്മളൊക്കെ അത് പെട്ടെന്ന് ഓർമ്മ കിട്ടണമെന്നില്ല ആ വാർത്ത. അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ കേസുമായി ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് വീണ്ടും ഉയർന്നു വന്ന സമയത്ത് അദ്ദേഹം ഈ അർജുന്റെ മാതാപിതാക്കളെ ഒന്നും രണ്ടും കക്ഷികളാക്കിക്കൊണ്ട് കൊടുത്ത ഒരു കേസായിരുന്നു ഈ പറയുന്ന നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ്. അതായത് അദ്ദേഹത്തിന്റെ അയാളുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ്. ഒരു മകൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അച്ഛനോടാണ് ഇത് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എല്ലാമായി പൊന്നുപോലെ വളർത്തിയെടുത്ത ലോകമറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇനിയും ലോകം മുഴുവൻ അറിയപ്പെടേണ്ടിയിരുന്ന ഒരു കലാകാരൻ, ഒരു വയലിനിസ്റ്റിൻ്റെ, ഒരു സംഗീതജ്ഞൻ്റെ മരണത്തെ തുടർന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആസൂത്രിതമായി അപകടത്തിൽപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഇവിടെ തൻ്റെ ആരോഗ്യവും തൻ്റെ ശേഷിയും ഒക്കെ ഭാവി നശിപ്പിച്ച ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ആ നടന്നത്. അതുകൊണ്ട് 1.5 കോടി രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്ന് ഇതേ അർജുൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഒരു വൈരുദ്ധ്യങ്ങളാണ് അതിനകത്തുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, അങ്ങനെ തൻ്റെ ആരോഗ്യവും ഇതുമെല്ലാം നശിപ്പിച്ച ഒരു അച്ഛനോ അമ്മയെയും, അല്ലെങ്കിൽ ഒരു അച്ഛനെ കേസിൽ കുടുക്കി അവിടുന്ന് 1.5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുമ്പോൾ എത്രത്തോളം ക്രൂക്കഡായിരുന്നു ആ അർജുൻ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. എത്രത്തോളം ഒരു ക്രിമിനൽ വാസന അർജുൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഈ ബാലഭാസ്കറിനോട് അർജുന് അക്ഷരാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വന്തം ജ്യേഷ്ഠനെ പോലെ കാണേണ്ടിയിരുന്ന ഒരാളെ, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയി ഒരു ആക്സിഡന്റിൽ, തൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം വന്നു പോയി, താനൊന്ന് മയങ്ങിപ്പോയി, ആ വാഹനം തൻ്റെ കയ്യിൽ നിന്നും കൺട്രോൾ പോയി, ആ വാഹനം ഒരു മരത്തിൽ പോയി ഇടിക്കുന്നു, ഒരു വളവിൽ. അപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധം, ആ അബദ്ധത്തിൽ നഷ്ടപ്പെട്ടത് കേരളത്തിന് മൊത്തത്തിലൊരു നഷ്ടമായിരുന്നു. അത് മനസ്സിലാക്കണം. കേരളത്തിൽ ഒരുപക്ഷെ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരുന്ന് നിരവധി സംഗീതങ്ങൾ, അല്ലെങ്കിൽ ആ മാന്ത്രികമായ വിരലുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് സംഗീതം പകർന്നു നൽകേണ്ടിയിരുന്ന ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനാണ് അവിടെ ഇല്ലാതായത്. അപ്പോൾ അതിൻ്റെ നഷ്ടം എത്രത്തോളം വലുതാണ് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? തൻ്റെ കയ്യിലൊരു അബദ്ധം, തൻ്റെ കണ്ണൊന്ന് ചിമ്മിപ്പോയപ്പോൾ, തൻ്റെ കൈയൊന്ന് പാളിപ്പോയപ്പോൾ ഈ സംഗീത ലോകത്തിന് തന്നെയല്ലേ തീരാ നഷ്ടം ഉണ്ടായത്. അപ്പം ഈ പറയുന്ന ബാലഭാസ്കറിനോട് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരുന്ന ഒരാളാണ് അർജുൻ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇതൊരു ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് എന്ന് സംശയിക്കത്തക്ക ഒരു കേസ് കൂടിയാണ് അത്. അല്ല, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാതെ വിട്ടുപോയി, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അന്വേഷിച്ചപ്പോൾ. കലാഭവൻ സോബി പറയുന്നതൊക്കെ വെറും വിടുവായത്തമാണ്, അദ്ദേഹത്തിനെതിരെ എന്തോ സാമ്പത്തിക തട്ടിപ്പ് കേസുകളുണ്ട്, അത് അദ്ദേഹം നോക്കിക്കോളൂ എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞതാണ്. അതുകൊണ്ട് അത്തരം സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഇദ്ദേഹത്തിന്, ഈ ഒരു കേസിൽ കലാഭവൻ സോബി ഇടപെടുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ലാഭം? കുറേ പേരുടെ ശത്രുത പിടിച്ചു വെക്കാം. അതല്ലേ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിനെതിരെ ഒരു കൊലപാതക ശ്രമം നടന്നു, വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങളാണെന്നേ ഈ കേസിൽ ഇടപെട്ടുകൊണ്ട്. അല്ല, അദ്ദേഹത്തിന് ഇതിൽ നിന്ന് യാതൊരു സാമ്പത്തിക നഷ്ടവും ലാഭവും ഉണ്ടാകുന്നില്ല. അത് മനസ്സിലാക്കണം. പിന്നെയാ അതോടൊപ്പം ബാലഭാസ്കറിന്റെ ഓർമ്മകളിൽ പോലും അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ അവകാശമില്ല എന്നൊക്കെ കഥയുണ്ടാക്കി കുറെ പേർ അയാളെ സംരക്ഷിച്ചിരുന്നതിൻ്റെയും കൂടി ബലത്തിലാണ് ഇങ്ങനെ ഒരു ഉമ്മാക്കി കാട്ടി ഞങ്ങളുടെ കുടുംബത്തെ പേടിപ്പിക്കാൻ ഈ സംഘം ശ്രമിച്ചത്. അത്താഴം മുടങ്ങാൻ ചേര കടിച്ചാലും മതിയല്ലോ എന്ന പോലെ പാവം പേരപ്പനും പേരമ്മയും ആ കേസ് തൃശ്ശൂർ MACTയിൽ നടത്തിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചും CBIയും അയാൾ കാരണമാണ് അപകടം നടന്നത് എന്നൊക്കെ കണ്ടെത്തിയിട്ടും ഈ കേസ് മുറ പോലെ മാറ്റി വെച്ച് 2025 ഒരു തീയതി വരെ എത്തിച്ചിട്ടുണ്ട് എന്ന വൈചിത്ര്യവും ഇതിൽ കൂട്ടി വായിക്കണം. നമ്മുടെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസവും മതിപ്പും ഒക്കെ ഏറും എന്ന് അതിശയോക്തിപരമായി, അല്ലെങ്കിൽ അപഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നീതി, നിയമം, ഇതൊക്കെ എവിടെ? അല്ലെ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, കൃത്യമായ ഒരാൾക്കൊരു നീതി വാങ്ങി കൊടുക്കാനായിരുന്നെങ്കിൽ എന്ന് ഈ കേസ് തെളിഞ്ഞേനെ. എത്ര കാലമായി ഈ ബാലഭാസ്കറിന്റെ മരണം സംഭവിച്ചിട്ട്? എന്നിട്ട് ഇതുവരെ എന്തെങ്കിലും നടത്തി കൊടുക്കാൻ, അല്ലെ ആ വീട്ടുകാരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ എന്തെങ്കിലും ഒരു വഴി, എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്താൻ എന്തുകൊണ്ട് അന്വേഷണ സംഘങ്ങൾക്ക് കഴിയുന്നില്ല? നിയമ സംവിധാനത്തിന് കഴിയില്ല?
അല്ലെ? ഏകദേശം ഒരു ഗർഭകാലം വരെ നീക്കി വെച്ചു ഈ കേസിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. കൃത്യമായ തുടരന്വേഷണത്തിന് വിധിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി വന്ന് 3 മാസം നൽകി. CBI അഭ്യർത്ഥന പ്രകാരം വീണ്ടും 3 മാസം സമയം നൽകി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ കഴിഞ്ഞ ഇതിൽ വിധി വന്നു, ഒക്ടോബറിൽ വിധി വരുന്നു, 3 മാസം കൊടുത്തു. വീണ്ടും 3 മാസം കൂടെ CBI ആവശ്യപ്പെട്ടു. പിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മാസമായി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്രസവകാല CBIക്ക് എത്രയാണോ ആവും അല്ലെ? ഇനി ഇതിൻ്റെ ഒരു അന്വേഷണത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ തെളിയാൻ ഇനി എത്ര കാലം വേണ്ടി വരും? അപ്പോൾ വാർത്ത ഓൺലൈനൊക്കെ വരും, വന്ന പോലെ പോവും. അതാണല്ലോ അവർക്കൊരു ആശ്വാസം. ഇങ്ങനെയൊക്കെ വാർത്തകളെ നമ്മൾ വാർത്തകളിൽ വിടുന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ വാർത്തകൾ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ത്രെഡിൽ നിന്നാണ്, യോഗനാഥ് ന്യൂസിൽ നിന്ന് കിട്ടിയ ഒരു ത്രെഡിൽ നിന്നാണ് സത്യത്തിൽ ഈ കേസ് വീണ്ടും ഒരു ചർച്ചയിലേക്ക് വരുന്നത്. വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആ വാർത്തകൾ ഏറ്റെടുക്കുകയും അത് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് നീതി കിട്ടുക, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് നീതി ലഭിക്കുക എന്നുള്ളതാണ്, ബാലഭാസ്കറിന് നീതി ലഭിക്കുക. അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു സംഘം കൊള്ളക്കാരുടെ അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉണ്ടായ നഷ്ടം, നമ്മുടെ സംഗീത ലോകത്തിനുണ്ടായ നഷ്ടം വളരെ വലുത് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ എത്രത്തോളം വലുതായി മാറിയേനെ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയ ഗൂഢശ്രമങ്ങൾ എത്രയും വേഗം മറനീക്കി പുറത്തു വരണം. അന്വേഷണ സംഘം ഇതുവരെ കരുതിയിരിക്കുന്ന എല്ലാ മൗഢ്യങ്ങളും പിടിഞ്ഞുകൊണ്ട് ഈ കുറ്റക്കാരായവരെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ട നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്.